ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താലി കെട്ടിയ പുരുഷനോടത്തുള്ള കെട്ടുറപ്പുള്ള ഒരു ജീവിതം, ആ ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഞാൻ അവർക്കൊരു പുതിയ വീടെടുത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നും കുറുപ്പിനെ പിന്തിരിപ്പിക്കാൻ ആരും നോക്കണ്ട, അത് ചേച്ചിയാണെങ്കിൽ പോലും. മോനെ, എന്റെയും ചന്ദ്രുവിന്റെയും കാലം കഴിയുന്നത് വരെ എല്ലാവരും ഒപ്പം കഴിയണമെന്ന് ആഗ്രഹം എനിക്കുണ്ട്. ഞങ്ങൾക്കിനി അല്പകാലം കൂടിയല്ലേ ബാക്കിയുള്ളൂ. അതുവരെ ഒന്ന് ക്ഷമിച്ചൂടെ നിനക്ക്? മോനെ, പെട്ടെന്നൊരു വേർപിരിയലും വീട് മാറ്റവും അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇത്രയും കാലം ഇണങ്ങിയും പിണങ്ങിയും ഒപ്പം കഴിഞ്ഞവനല്ലേ നീ. പെട്ടെന്നൊരു പോക്ക് അത് വേണ്ട മോനെ. നിർത്തുന്നുണ്ടോ ഈ നശിച്ച സെന്റിമെന്റ്സ്? മുതിർന്നു കഴിഞ്ഞാൽ മക്കൾക്ക് അവരുടേതായ വഴികൾ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. എല്ലാവരും തങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിട്ട് അച്ഛനും അമ്മയും കൂടി മക്കൾക്ക് എന്താ നേടിത്തന്നത്? 3 നേരം, അത് പോട്ടെ, 2 നേരമെങ്കിലും മക്കൾക്ക് വയറ് നിറയെ ഭക്ഷണം തരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച് മലമറച്ചു വെച്ചതുപോലെയാ സംസാരം. നിർത്തടാ. നീ ചോദിച്ചല്ലോ ഞങ്ങൾ എന്ത് സമ്പാദിച്ചു തന്നു. മറിച്ച് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, ഇത്രയും കാലം വളർത്തി വലുതാക്കിയ മക്കള് അച്ഛനമ്മമാർക്ക് വേണ്ടി എന്താടാ നേടിത്തന്നത്? ദുഃഖങ്ങളും ദുരിതങ്ങളും ബാധ്യതകളും അല്ലാതെ കാൽ കാശിന്റെ സഹായം വെച്ച് നീട്ടിയിട്ടുണ്ടോ നീയൊക്കെ? ചത്ത കുഴിച്ചിടാൻ പോലും 6 അടി മണ്ണ് പോലും ഇല്ലാത്തവരുടെ വേദാന്തം. ഒരായുസ് മുഴുവനും വാടക വീട്ടിൽ ജീവിച്ച് തീർത്തില്ലേ നിങ്ങള്? ഞങ്ങളും അതുപോലെ നരകിച്ച് കാണണം. തന്തേം തള്ളിയാണത്രേ. എന്തോ ചേച്ചിക്ക് പറയാനുണ്ടല്ലോ, പറഞ്ഞോളൂ. ഈ കുടുംബത്തിന് തീർത്താൽ തീരാത്ത പേരുദോഷം വരുത്തിവെച്ച തലതിരിഞ്ഞവനാണ് മനോജ്. കണി കാണാൻ കൊള്ളാത്ത കെട്ട ജന്മം. നിന്റെ കണ്ണിലെ കരടായിരുന്നേ അവന് ഇത്ര പെട്ടെന്ന് മാപ്പ് കൊടുത്തത് ശരിയായില്ല കർണാകര. ശരി, മാപ്പ് കൊടുത്തത് പോട്ടെ, അവനും ഹരിതയ്ക്കും താമസിക്കാൻ ഒരു വീടെടുത്തു കൊടുത്തത് ഒട്ടും ശരിയായില്ല. ഞാൻ പിന്നെ എന്ത് വേണമെന്നാ ചേച്ചി പറയുന്നത്? ജീവിതകാലം മുഴുവൻ മാധവന്റെ കൂട്ടുകുടുംബത്തിൽ തളച്ചിടാൻ ഹരിത വിട്ടുകൊടുക്കണമെന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. നിന്റെ അന്തസ്സിനനുസരിച്ചുള്ള ഒരു ജീവിതം ഹരിതയ്ക്കുണ്ടാവാൻ വേറെ വഴിയുണ്ടല്ലോ. ചേച്ചി വേണ്ട, മനോജിനെ കളഞ്ഞിട്ട് അവൾക്ക് മറ്റൊരു വിവാഹബന്ധം ഉണ്ടാക്കാനായിരുന്നല്ലോ ചേച്ചിയുടെ പദ്ധതി. അങ്ങനൊരു പദ്ധതിക്ക് ചേച്ചി ശ്രമിച്ചതുമല്ലേ? അന്ന് ആ വിവാഹം നടന്നിരുന്നെങ്കിൽ തന്തയില്ലാത്തൊരു കൊച്ചുമായി ഹരിത ഇപ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്നേനെ. ആ നാണം കെട്ട ഏർപ്പാടിനേക്കാൾ ഭേദമല്ലേ ചേച്ചി ഹരിതയ്ക്ക് ഇപ്പോഴുള്ള മനോജിന്റെ ഭാര്യാ പദവി? ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്.
അല്ല പിന്നെ. എടാ അത് അന്ന് എല്ലാവരും കൂടി എന്നെ ചതിച്ചതല്ലേ? അതുപോലാണോ കഴിവും രാഷ്ട്രീയ സ്വാധീനമുള്ള നീ രംഗത്തിറങ്ങുന്നത്? ഈ കുടുംബത്തിന്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു ബന്ധം തന്നെ കിട്ടുവടാ. ചേച്ചി, ഈ വിഷയം നമുക്കിവിടെ നിർത്താം. എന്താ? താലി കെട്ടിയ പുരുഷനോടത്തുള്ള കെട്ടുറപ്പുള്ള ഒരു ജീവിതം, ആ ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഞാൻ അവർക്കൊരു പുതിയ വീടെടുത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നും കുറുപ്പിനെ പിന്തിരിപ്പിക്കാൻ ആരും നോക്കണ്ട, അത് ചേച്ചിയാണെങ്കിൽ പോലും. ശരി, ഇപ്പൊ അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷെ മനോജിന്റെ ചരിത്രമൊക്കെ അറിഞ്ഞിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. ബിസിനസ് തുടങ്ങുന്നെന്ന പേരിൽ ലക്ഷക്കണക്കിന് രൂപ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി കടലിൽ കായം കലക്കുന്നത് പോലെ ധൂർത്തടിച്ച് നശിപ്പിച്ചവനാ നീ ഈ പറഞ്ഞ മനോജ്. പുതിയ വീട്ടിൽ താമസം തുടർന്ന മുടിയനായ പുത്രൻ മുടിയനായ മരുമകനാകാനേ വലിയ കാലതാമസമൊന്നും വേണ്ട. ഹരിതയുടെ സപ്പോർട്ടും കൂടി ആവുമ്പോ കണ്ണടച്ചു തുറക്കുന്ന സമയം മതി കോടികൾ അന്യാധീനപ്പെട്ടു പോകാൻ. കുറുപ്പിനെ ദേ അവൻ വട്ട പൂജയാക്കും. ചേച്ചി നിർത്ത്. അതെ, കുറുപ്പ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യത്തിൽ നിന്ന് ചില്ലി കാശു പോലും അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനുള്ള കഴിവും കാര്യപ്രാപ്തിയും ഈ കുറുപ്പിനുണ്ട്. ചേച്ചിക്ക് അറിയാലോ. വെറുതെ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് നാവ് കേടാക്കല്ലേ. പോയി എവിടെയെങ്കിലും കുത്തിയിരുന്ന് 10 രാമനാമം ജപിക്കാൻ നോക്ക്, മലയാളം അറിയാമെങ്കിൽ. ഒരു മനുഷ്യൻ നന്നാവാൻ സമ്മതിക്കില്ല. കുറുപ്പിന്റെ സ്വത്തുക്കളൊന്നും കുറുപ്പിന്റെ മക്കൾ അനുഭവിക്കാൻ പോകുന്നില്ല, അനുവദിക്കില്ല. കുറുപ്പിന്റെ എല്ലാ സ്വത്തുക്കളും അനുഭവിക്കേണ്ടത് എന്റെ മക്കളാ. ആ ലക്ഷ്യം ഈ ആനന്ദവല്ലി നേടിയിരിക്കും. പഴയ കാര്യങ്ങൾ ഓർത്തിട്ടും കണ്ണീരൊഴുക്കിയിട്ടും ഒരു കാര്യമില്ല മാധവേട്ട. പുരാണത്തിൽ മാധവേട്ടൻ വായിച്ചിട്ടില്ലേ? പക്ഷികളൊക്കെ പല വഴിക്ക് നിന്നും പറന്നു വന്ന് ഒരു വൃക്ഷത്തിൽ വിശ്രമിക്കുന്നു. കുറച്ചു കഴിയുമ്പോ അവരവരുടേതായ വഴിക്ക് പറന്നു പോകുന്നു. അതോർത്ത് പക്ഷികളൊന്നും ദുഃഖിക്കാറില്ല. അതുപോലെ ആയില്ലേ നമ്മുടെ ജീവിതവും? ശരിയാ. മക്കളാകുന്ന പക്ഷികള് കുടുംബമാകുന്ന വൃക്ഷത്തിൽ കുറെ നേരം വിശ്രമിക്കും. അത് കഴിഞ്ഞ് അവര് പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അവരവരുടെ വഴിക്ക് പറന്നു പോയിക്കോട്ടെ. എല്ലാവരും കല്യാണം കഴിഞ്ഞ് വരുമ്പോ അവര് മാത്രമായിരിക്കും. പിന്നീട് കുട്ടികളായി വലുതായി വിവാഹം കഴിച്ച് അവർക്ക് കുട്ടികളൊക്കെ ആകുമ്പോ ഒരു മാറി താമസം അവരാഗ്രഹിക്കും. എല്ലാവരും മാറിക്കഴിയുമ്പോ ആദ്യം വന്നവര് വയസ്സായി മാറിയിരിക്കും. മാനത്തെ കൊട്ട